ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പിണ്ടിയും തക്കാളിയും ഉണ്ട്. തക്കാളി, ഒരു സവാള, കുറച്ച് കറിവേപ്പില, ഇത്രയും വെച്ചിട്ട് നമ്മളൊരു അവിയൽ പോലെ വെക്കുകയാണ്. ഞാനിപ്പോൾ ഇത് അരിയുവാണ്. ഇങ്ങനെ നമ്മൾ അരിയുമ്പോൾ ഇതിനകത്തെ ഇത് നമ്മളങ്ങ് കളയണം കേട്ടോ. ഇത് കളയുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇതുപോലെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി അങ്ങ് എടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ ചുരുട്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ കറയല്ല, ഇതിൻ്റെ ഒരു നാരുണ്ടേ, ആ നാരങ്ങ് പോവും. അപ്പം നമുക്ക് ആ നാരിൻ്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇത് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. പിണ്ടിയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു സാധനമല്ലേ പിണ്ടി നീര്. ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമ്മുടെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുന്നത് ഏറ്റവും നല്ലത്. ആ നീര് രാവിലെ കുടിച്ചാൽ നമ്മുടെ വയറ്റിലെ പ്രശ്നങ്ങളെല്ലാം മാറും. കുടലൊക്കെ ശുദ്ധിയായി, നല്ല കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ഈ പിണ്ടി ഒന്നാം തരമാണ്. വാഴയിലെ ഏറ്റവും നല്ല സാധനങ്ങളാണ് പിണ്ടി, കൂമ്പ് ഒക്കെ. പിന്നെ കായ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തോരൻ വെക്കുകയോ മെഴുക്കുവരട്ടി വെക്കുകയോ എന്തോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പിണ്ടി ഇങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ ഇത് അരിയുന്നതൊന്ന് കാണിച്ചു തരാമേ. പിന്നെ നമ്മളിതാ ഇതിങ്ങനെ ലാസ്റ്റ് നമ്മളിങ്ങനെ അങ്ങ് കളയണം. കണ്ടോ, ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് ഇതുപോലെയാണ് അരിയേണ്ടത്. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയണം. ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് അരിയണം. അതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കണം മൊത്തം. പിണ്ടി നല്ല ഔഷധമായതുകൊണ്ടാണ് ഞാൻ ഇതൊരു പ്രത്യേക രീതിയിൽ വെക്കുന്നതാണ്. ഇതിനകത്ത് തക്കാളിയും ചേർക്കും. നമ്മൾ സാധാരണഗതിയിൽ പിണ്ടി തോരനല്ലേ വെക്കുന്നത്. ഇതാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളിയും സവാളയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സവാളയും ഞാൻ എടുക്കും. നമുക്കിതുപോലെ ഇത് മുഴുവൻ അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നീളത്തെയാണ് നമ്മൾ തക്കാളി അരിയേണ്ടത്. എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു പച്ചമുളക് കൂടി നമുക്കിതിനകത്തേക്ക് ഇടാം. ഇതിന് വേണ്ടുന്ന അരപ്പുകൾ ഞാൻ കാണിക്കാം. അരപ്പുകൾ തേങ്ങ വേണം, വെളുത്തുള്ളി വേണം. ഇതിനകത്ത് സാധാരണഗതി നമ്മൾ തോരൻ വെക്കുന്ന അരപ്പല്ല വേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടി മല്ലിപ്പൊടി വേണം, വെളുത്തുള്ളി വേണം, ജീരകം വേണം, തേങ്ങ വേണം. ഇത് ഇത്രയും കൂടി നമുക്ക് ചതച്ചിട്ട് ഇതിൽ അരപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങ് അരിഞ്ഞെടുക്കാം. ഇത് എൻ്റെ ഒരു കപ്പ വാഴയുടെ പിണ്ടിയാണേ. ഏത് വാഴയുടെ ആയാലും നല്ലതാണ്. മോറീസ് എന്ന് പറയുന്ന ഒരു വാഴ ഉണ്ട്, കൈക്കു എന്ന് പറയുന്നേക്കാം. അല്ലാതെ എല്ലാ വാഴയുടെ പിണ്ടിയും നമുക്ക് ഇതുപോലെ നല്ലതാണ്. ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഞാനിത് അരിഞ്ഞിട്ട് കാണിക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള കൂടി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു നാരൊക്കെ ഒന്ന് എടുത്ത് കളയണമെന്നേ ഉള്ളൂ. നാരൊക്കെ ഒന്ന് എടുത്ത് കളയാൻ നമുക്ക് ഇച്ചിരി സമയം എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ. നമ്മളൊരു ഒറ്റ പീസേ എടുത്തിട്ടുള്ളേ. അത് നമ്മൾ അരിങ്ങനെ വെച്ച് കൈ മുറിയാതെ നോക്കണേ. കൈയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അത് എടുക്കുമ്പോൾ പിന്നെ ഞാനിത് ഇതുപോലെ വരും. കയ്യിൽ ഇതുപോലെ വരും. അതൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കയ്യോറയൊക്കെ ഇട്ടിട്ട് ഉള്ളി ഇതേപോലെ തന്നെ അരിയണേ. ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണം. നമുക്കിതിങ്ങനെ എളുപ്പം അരിയാം. നമുക്ക് പെട്ടെന്ന് വെക്കാവുന്ന ഒരു കറിയാണ്.
നമുക്ക് ചോറുണ്ണാതെ തന്നെ ഇത് വെറുതെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റും. അമ്മമാരും എല്ലാവരും ഒക്കെ നമുക്ക് ഈ കറികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെടുത്ത് കറികൾ വെച്ച് കഴിച്ചാൽ നമുക്ക് വിഷാംശം ഇല്ലാതെ അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴയുടെ കഴിയുന്നതും അങ്ങനത്തെ കൂമ്പ്, വാഴത്തോരൻ, വാഴക്കായ തോരനൊക്കെ തന്നെയാണ് നമ്മൾ വെക്കുന്നത് എപ്പോഴും. പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ കണ്ടിട്ടില്ലേ എന്തുമാത്രം വിഷം അടിക്കും. അത് നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെക്കണം കുറച്ച് നേരം. നല്ല സാധാ വിനാഗിരി ഒഴിച്ച് വെച്ചാൽ മതി, അത് നല്ലതാണ് ഇതുപോലുള്ള പച്ചക്കറികൾ കഴുകാനും ഒക്കെ. ഇനി അരിയെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ചെയ്താൽ മതി. എളുപ്പമാണിത്. പിണ്ടിത്തോരൻ, ഇത് പിണ്ടി അവിയലാണ്, അവിയൽ പോലെയാണ് ഇത് വെക്കുന്നത്. ഇങ്ങനെ നീളത്തി അരിഞ്ഞ് കഷ്ണമൊക്കെ വലുതായി പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അരപ്പിനകത്തൊരു സ്പെഷ്യലായിട്ട് മല്ലിപ്പൊടി കൂടി നമ്മൾ അരപ്പിൽ ചേർക്കണേ. അതും കൂടെ ഉള്ളൂ ഒരു വ്യത്യാസമായിട്ടുള്ളത്. ഈ തോരനിൽ നിന്നും അവിയലിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് പിണ്ടിക്ക് നല്ലതാണ്. അതെല്ലാവരും കമൻ്റ് ഇടണേ. പിണ്ടിക്ക് മല്ലിപ്പൊടി നിങ്ങളൊക്കെ ഇടുമോ എന്നൊന്ന് കമൻ്റ് ഇടണേ. അടിപൊളി ടേസ്റ്റാണേ. ഇപ്പം ഞാനിത് അരിഞ്ഞു. നമുക്കിതിനി കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വെക്കാം. തക്കാളി കൂടി അരിയാണ്. കണ്ടോ, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി വെക്കാമേ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല. ഉണ്ട് ചട്ടി കടുക് വറുത്തിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്ത് വെച്ചേക്കാണ്. നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഉണ്ട് പിണ്ടിയാണ്. കടുക് വറുത്ത ചട്ടിയിലേക്ക് ഞാൻ ഈ പിണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയുണ്ട്. ഈ പിണ്ടിക്കകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇത് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ അരപ്പാണ്. ഈ അരപ്പ് ഇങ്ങനെ ഒന്നാക്കിയാൽ മതി തോരൻ്റെ കൂട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പെല്ലാം പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്ന്. എൻ്റെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കഴുകുന്ന വെള്ളം മാത്രം ഇതിനകത്ത് ഇച്ചിരി അരച്ചിരിക്കുന്ന കഴുകുന്ന വെള്ളം മാത്രം. അതുപോലെ നമുക്ക് ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഉണ്ട് ഇത്ര വെള്ളമുണ്ട്. അതുകൂടി ഞാൻ ഒഴിച്ച് ഉപ്പ് ഒഴിക്കും. നമ്മൾ പൊത്തി വെച്ച് തീ ഒത്തിരി വേണ്ട. ഞാൻ കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ട്. പച്ചമുളക് കൂടെ അരയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊന്ന് ഇളക്കി വേവിച്ച് കൊടുക്കാം. ഒരെണ്ണം ഞാൻ അരിഞ്ഞത് വട്ടത്തിൽ തന്നെ എടുക്കും. അത് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ മതി വേവാനേ. നല്ലൊരു പിണ്ടി അവിയലാണ് ഇത്.
ഞാനിത് ഒന്ന് അടച്ചു വെക്കാം. ഇത് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ വേവും, ഇത് ശരിയായി വരും. ഇളക്കി എന്താ ഇളക്കുന്നുണ്ട്, അരപ്പൊക്കെ ഇങ്ങനെ ഇരിക്കുവേ. ഇച്ചിരി നേരം ഒന്ന് വലിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് സിമ്മിലാക്കി വെക്കാമേ. ഉണ്ടോ, ഇതിപ്പം ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഒരു പിണ്ടിത്തോരനാണ്. പിണ്ടി തോരനെന്നാൽ പിണ്ടി അവിയലെന്ന് എന്ത് വേണമെങ്കിലും പറയാം. നീളത്തെ അരിഞ്ഞതുകൊണ്ട് ഞാനത് അവിയലാണത്, ശരിക്കും അവിയലാണ്. നമ്മൾ കടുക് വറുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് എണ്ണ കൂടി ഒഴിക്കാൻ മതി. ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നല്ലൊരു പിണ്ടിത്തോരനാണ്. നമ്മളിത് പിന്നെ വയറിനൊക്കെ ഏറ്റവും നമ്മളൊരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്രയൊക്കെ പോയിട്ടുമ്പോൾ നമ്മൾ പല പല ഭക്ഷണങ്ങൾ കഴിക്കത്തില്ലേ. അപ്പം അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനും ഒരു വിഷാംശം എന്തെങ്കിലും നമുക്കുള്ളിലുണ്ടെങ്കിൽ ഇത് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ സാധനം. നമ്മുടെ വയറ് ക്ലീൻ ചെയ്യുമെന്നാണ്, കുടലിനൊക്കെ ക്ലീൻ ചെയ്യുമെന്നാണ് ഈ പിണ്ടിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റോണിൻ്റെ പ്രശ്നം ഒക്കെ ഉള്ളവർക്ക് ആ സ്റ്റോണിൻ്റെ കല്ലിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടാനും ഒക്കെ ഈ പിണ്ടിയുടെ നീര് ചെല്ലുമ്പോൾ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫുഡാണ് ഈ പിണ്ടി. ഒരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ നല്ല കണ്ടാൽ തന്നെ എന്ത് രസമുണ്ട്. ഇത് തോരനോ അവിയലൊക്കെ വെച്ചിട്ട് എല്ലാവരും കഴിക്കണം. ഒരു ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇത് വെന്തപ്പോൾ നല്ല മണവും വരുന്നുണ്ട്. എല്ലാവരും ഇത് ചെയ്യണേ. ഇത് നോക്കി വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ? വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി തീ കുറച്ചിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി അടച്ച് ചേർക്കുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ഇപ്പം തന്നെ വെന്തു. ഇത്രയൊക്കെ മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ചെയ്യണം. താങ്ക് യു.